എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്ന് ഗാർഡൻ വിശേഷങ്ങളാണ്, ജസ്റ്റ് അപ്ഡേറ്റ്സ്. നമ്മുടെ ഗാർഡനിൽ എന്തൊക്കെയായി, എന്തൊക്കെ പൂക്കൾ വളർന്നു എന്നൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ടാണ്. അപ്പം നമ്മുടെ പൂക്കളൊക്കെ പെട്ടെന്ന് ഉണ്ടാവും, പിന്നെ അത് കഴിഞ്ഞ് പെട്ടെന്ന് കൊഴിഞ്ഞൊക്കെ പോകത്തില്ലേ. അപ്പം നിങ്ങളതിനിപ്പാട് എന്തൊക്കെയായെന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചാണ്. അപ്പം നിങ്ങൾക്ക് അത് കണ്ടു കാണും. ഇഷ്ടംമാതിരി ഡാഫഡിൽസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഈ പൂക്കൾ ഞാൻ എപ്പോഴും ഞാൻ കാണിച്ചു തരുന്നതാണ്. അത് തന്നെയാണ് കണ്ടോ. എന്ത് രസമാണെന്ന് പറയാം ഇത് കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഭംഗിയുണ്ട്. കുറച്ചൊക്കെ പ്രാണികളൊക്കെ ഇങ്ങനെ കടിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മുടെ തുടക്കം. പിന്നെ ഇവിടെയൊക്കെ ഇതിൽ നിറച്ചൊരു പൂവുണ്ടാകുന്നതാണ്. അതൊന്നും ആയിട്ടില്ല. പൂവുള്ളതൊക്കെ ആയിട്ട് കാണിച്ചു വരാം. ഇത് നല്ല മണമുള്ള വേറൊരു ചെടിയാണ്. അതിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എന്താ പറയുക, നിങ്ങൾക്ക് കാണാമല്ലോ. ഇതിങ്ങനെ നല്ല നല്ല മണം കേട്ടോ. അതിന് ഭയങ്കര നല്ല മണമാണ്. നല്ല സൂപ്പർ മണം കേട്ടോ അതിൻ്റെ. അതിന് ബ്ലൂ ഉണ്ട്. ഇവിടെ ഒരു പിങ്ക് ഉണ്ടായിരുന്നു, അത് ഓൾറെഡി പോയി. അതാ ഞാൻ ഓർത്ത് ഇത് കണ്ടോ, പിങ്ക് ഓൾറെഡി പോയി. നിങ്ങളൊന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു, ഇപ്പോൾ അതൊക്കെ പോയി. അപ്പം അതെല്ലാം കണ്ടിട്ടുള്ളവരായിരിക്കും മിക്കവാറും. അവിടെ ഉണ്ട് സെയിം അതുപോലെ തന്നെ ഒരെണ്ണം കണ്ടോ. അപ്പം അതിൻ്റെ പിങ്ക് പോയി. പിന്നെ ഇവിടെ മൊത്തം നമ്മുടെ ഡാഫഡിൽസാണേ. ഡാഫഡിൽസ് നിറച്ച് മുട്ടുണ്ടായിട്ടുണ്ട്. എന്താ അപ്പം ഇവിടെയൊക്കെ ഇനി ഇതെല്ലാം ഡാഫഡിൽസാണ്. ഇതൊക്കെ ഉണ്ടായിട്ട് ഇപ്പം തന്നെ പോകും. പിന്നെ നമ്മുടെ ബ്ലൂബെൽസ്, ഇതും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വേറൊരു പൂക്കളാണ് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയാണേ. പിന്നെ ഇത് നമ്മുടെ തുളസി പോലത്തെ മണമുള്ള നല്ല ചുമല പൂക്കളുണ്ടാകുന്നത്. ഇതിലേക്ക് ആടി പിടിച്ചിപ്പം വളർന്നേക്കുവാണ്. തുളസി അല്ലെന്ന് ആരും പറയത്തില്ല. കൃഷ്ണ തുളസിന്നോ രാമതുളസിന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പം ഇവിടെ നമ്മുടെ റോസയൊക്കെ ഞാനൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം എല്ലാം ഒന്ന് പതുക്കി ഒന്ന് കിളുത്ത് വരുന്നേ ഉള്ളൂ. പിന്നെ ഇതൊരു ഒരു ബ്ലൂ കളറിലുള്ളൊരു പൂവാട്ടോ. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. എന്താ പറയുക, പിന്നെ പിന്നെ റോസയിലൊക്കെ ചില റോസയിലൊക്കെ മുട്ടൊക്കെ ആയിട്ട് വരുന്നു. ഈ റോസപ്പൂവിന് നല്ല മണമാണ് കേട്ടോ. നല്ല മണമാണ് ഇതിൻ്റെ. നല്ല മണമാണ് അതിന്. തക്കടു how was the class? Bye. സോ ഇത്തലൊക്കെ പൂവുണ്ടാവും, പക്ഷെ പൂവുണ്ടായില്ല. ഇത്തല് പതുക്കെ പൂവുണ്ടായി വരുന്നു കേട്ടോ. കണ്ടോ, ഇവിടെയൊക്കെ ഇനി പതുക്കെ ഇവിടെ ഇത്തല് പൂവുണ്ടായിട്ടുണ്ട്. ഇത്തലൊക്കെ പതുക്കെ പൂവുണ്ടായിട്ടുണ്ട്. പിന്നെ ഇത്തല് കണ്ടോ, ഇത് കമേലിയ കേട്ടോ. കമേലിയയിൽ നിറച്ച് പൂവുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് കുറച്ച് വിട്ടുപോയിട്ടുണ്ട്. ഇത് വാടി പോകുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കൊണ്ട് നിറയെ മുട്ടൊക്കെ ഉണ്ട് കേട്ടോ. എത്തല നിറയെ മുട്ടുണ്ട്. നല്ല ഭംഗിയാണിത്. പന്നീർ ചാമങ്ങയുടെ ഒരു പൂവില്ലേ, അതുപോലെ ഉണ്ട് കേട്ടോ. നല്ല. അപ്പോൾ ഇതിൻ്റെ പേര് എനിക്കറിയാം, കമേലിയാന്ന്. ഉണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്. അതാണ് കേട്ടോ. കണ്ടോ, ഓക്കെ. ഇനി ഞാൻ കാണിക്കാത്ത ഏതാണ്? പിന്നെ ഇത് നമ്മുടെ ഈ തുളസിയുടെ ചെടികളാണ്. പിന്നെ ഇവിടെ റോസയൊക്കെ കിളുത്ത് വരുന്നു. പിന്നെ നമ്മുടെ ഇതിവിടെ ഹൈഡ്രാഞ്ചിയ. പിന്നെ നമ്മുടെ ഒരു ഡാഫഡിൽസ് ഒടിഞ്ഞു കിടക്കുന്നു. കണ്ടോ, കട്ട ഡാഫഡിൽസാണിത്. അത് പിന്നെ ഇതിവിടെ ഇങ്ങനെ. പിന്നെ ഇവിടെ ഒരു ബ്ലൂ പൂവ് കണ്ടോ. സോറി, ചെടിയുടെ ഇതുകൊണ്ട് അത് സൂമായി പോയതാണേ. അപ്പം ഇത് ഓക്കെ. ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു ചെടിയും പൂവാണ്. അപ്പം ഇതൊക്കെ വേണ്ട ഇങ്ങനെ. ഇത് കുറേ ഡാഫഡിൽസാണ്. നമ്മുടെ ടൂലിപ്സൊക്കെ മുട്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ടൂലിപ്സൊക്കെ ഉടനെ തന്നെ പൂവുണ്ടാകും. ഇവിടെ ഉണ്ടാകുന്ന ഡാഫഡിൽസ് എല്ലാം വാടിപ്പോയിട്ടോ. രാവിലെ ഇതൊക്കെ തെളിഞ്ഞു നിന്നായിരുന്നു. കാറ്റുണ്ട്, കാറ്റ്. അപ്പം ഇവിടെ നമുക്ക് വേറൊരു കമേലിയ ഉണ്ട്. സുന്ദരൻ കമേലിയ. പിന്നെ ഇത് നമ്മുടെ ചെമ്പരത്തിപ്പൂവാണ്, രണ്ടെണ്ണം. കണ്ടോ, ബസ് വരുന്നുണ്ടേ, ബസ്. പിന്നെ നമ്മൾ കയറി വരുന്നതിൻ്റെ ഇവിടെയായിട്ട് ഒരു ചെടി കൊണ്ട് കുഴിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ,
നല്ല ഭംഗിയാണ്. അത് ഞാൻ അവിടെയും ഇവിടെയും കുഴിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ മുകളിൽ നിന്ന് കാണിക്കാവേ. പിന്നെ ഇവിടെ ഇത്, പിന്നെ നമ്മുടെ ഇതൊരു വെള്ള റോസയാണ്, ഇതൊരു ചെമ്പരത്തി, നമ്മുടെ തുളസിയുടെ ഇത്, പിന്നെ ഇത് നമ്മുടെ മുല്ല പുറത്തിറക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ നമ്മുടെ തുളസിയും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇത് വേറൊരു കളർ ഡാഫഡിൽസാണ് കേട്ടോ, വെള്ള ഓറഞ്ച് കളർ. പിന്നെ ഇത് മൊത്തം നമ്മുടെ ഡാഫഡിൽസ് ആൻഡ് തിങ്സ് ആണ് കേട്ടോ. ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ ബ്ലൂ ബെൽസും അതും ഇതൊക്കെ. ഇത് നിറച്ച് ഇത് കണ്ടോ, മുട്ടായി വരുന്നുണ്ടോ. ഇത് മൊത്തം ഇനി റെഡ് കളറാകും. നല്ല ഭംഗിയാട്ടോ അന്നേരം കാണാം. അതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ നേരത്തിനും. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ പൂക്കളുണ്ടായേക്കുന്ന സംഭവങ്ങൾ. ഭയങ്കര തണുപ്പാണ്, എനിക്ക് ജലദോഷം ഓൾറെഡി തുടങ്ങി. ഇത് കണ്ടോ, ഈ പൂവ് നല്ല ഭംഗിയുണ്ട് ഈ പൂ കാണാനായിട്ട്. ഓക്കെ, പിന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ അത് തന്നെയാണ് പൂവ്. എനിക്ക് ബാക്ക് സൈഡിലെ ഗാർഡൻ നിങ്ങളെ കാണിക്കണം എന്നുണ്ടായിരുന്നു. ബട്ട് ഭയങ്കര കാറ്റും ഭയങ്കര തണുപ്പും വരുമെന്നല്ല, ഭയങ്കര കാറ്റാണ്. അപ്പം നമ്മളെത്രയും ഉണ്ടല്ലോ, എനിക്ക് അങ്ങോട്ട് പോയാൽ ജലദോഷം വരും. അപ്പം അത് കാരണം ഞാൻ ആദ്യം ഫ്രണ്ടിലത്തെ ഗാർഡനെ കാണിക്കാം. അടുത്ത ദിവസം ഞാൻ ബാക്കിലത്തെ ഗാർഡനിലെ വിശേഷങ്ങളുമായിട്ട് വരാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഓക്കെ, ആൻഡ് കമൻറ്റും ചെയ്യുക. അപ്പം ഗാർഡനിങ് ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളുടെ ഗാർഡനിൽ എന്തൊക്കെ പൂക്കളുണ്ട്, അതുപോലെ എൻ്റെ ഗാർഡനിൽ ഈ ചെടികളുടെയൊക്കെ പൂക്കളുടെയൊക്കെ മണം, നല്ല മണം. അപ്പോൾ ചെടികളുടെയൊക്കെ പേരറിയാമെങ്കിൽ അതും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എനിക്കും അത് പഠിക്കാം, മറ്റുള്ളവർക്കും അത് പഠിക്കാം. അപ്പം വേറൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. വീഡിയോ എടുക്കുവാണ്, പക്ഷേ വീഡിയോ ഒത്തിരി ലോങ് ആണെങ്കിൽ അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പം എന്തെങ്കിലും മഴയൊക്കെ പെയ്യാനുള്ള ഒരു കാര്യം ഇതൊക്കെ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ എന്താ പറയുക, മഴ പെയ്യുവാണെങ്കിൽ ഞാൻ അപ്പം നിർത്തും, അത് നോക്കാം നമുക്ക്. അപ്പം നമ്മുടെ ഇത് അങ്ങനെ തക്കടുവിൻ്റെ ബർത്ത്ഡേ മരമാണ്. അപ്പം ഇതുവരെ പൂക്കളൊന്നും ഉണ്ടായിട്ടില്ല. എന്താ പറയുക, കണ്ടോ, നിങ്ങൾക്ക് ഇതിനകത്ത് ഇലകൾ മാത്രമേ ഇപ്പം കാണുന്നുള്ളൂ, മുട്ടുകളൊന്നും ഇല്ല. അപ്പം നിറച്ച് പൂക്കും. അപ്പം നമുക്ക് അവിടെ എന്തോ ഒരു പൊട്ട് പോലെ തോന്നുന്നു അല്ലേ, ആണോ? കാണുന്നിടത്ത് ഉണ്ടോയെന്നറിയില്ല, എനിവേ കാണുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് റോസൊക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ കട്ട ചുമല റോസും ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് തൽക്കാലം അതിനകത്ത് ആയിട്ടില്ല, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക, ബൊഗൈൻവില്ലയും നമ്മുടെ ലെമണൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. അത് ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ ഇവിടെയൊന്നും ഇതുവരെ പൂവൊന്നും ആയിട്ടില്ല, പതുക്കെ എല്ലാം ഒന്ന് റെഡിയായി വരുന്നതേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, ഇത് നമ്മുടെ മുല്ലയാണ്. മുല്ലയിൽ നിറച്ച് മുട്ടൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ ഇതുവരെ പൂവൊന്നും ആയിട്ടില്ല. നമ്മുടെ പല മുല്ലയൊക്കെ ഉണ്ട് അവിടെ, കാണാമല്ലോ, ഇത് കണ്ടോ, അവിടെയൊന്നും മുല്ല, റോസയുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ ആയിട്ടില്ല. പിന്നെ ഇവിടെ നമ്മളെ റോസ എല്ലാം, റോസയിലൊക്കെ പതുക്കെ കിളുത്തെല്ലാം വന്നിട്ടുണ്ട്, ഇതായില്ല. ഇത് കണ്ടോ, ഇത്തിരി മുട്ടെല്ലാം ഇട്ടിട്ടുണ്ട്, കണ്ടോ, ഇതെല്ലാം മുട്ടെല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ ഉള്ളി, കണ്ടോ, ഉള്ളികൾ. പിന്നെ ഇവിടെ ഇതൊന്നും വൃത്തിയാക്കിയിട്ടില്ല, എന്നാ പറയുന്നത്, ഇത് നമ്മുടെ കെയിലൊക്കെയാണ്. അപ്പം വൃത്തിയൊന്നും ആക്കിയിട്ടില്ലാത്തത് കൊണ്ട്. പിന്നെ ബീട്രൂട്ട് കഴിഞ്ഞ വർഷത്തെ കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ ചുമന്നുള്ളിയാണ്, ഇതിനകത്തൊന്നും ഇല്ല എന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ എല്ലാം പുല്ലെല്ലാം പറിക്കാൻ കിടക്കുക, അവിടെ എല്ലാം പുല്ലെല്ലാം പറിക്കാനുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം കുഴിച്ച് വെച്ചാൽ എന്തുമായിരുന്നു, ബ്ലൂബെറി ആയിരുന്നു തോന്നുന്നു അല്ലേ, ബ്ലൂബെറി ആയിരുന്നു, അതവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കണം. നമ്മുടെ കണിക്കൊന്നയുടെ ഇതുള്ള പൂവില്ലേ, അത് ഓൾറെഡി കിളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അവിടെ, കണ്ടോ, നിങ്ങൾക്ക് കാണാമോ? ഞാൻ കുറേ സൂം ചെയ്തിട്ടുണ്ട്, കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, കാണാം. അപ്പം അതിങ്ങനെ പതുക്കെ കിളുത്ത് വന്നു. ഇച്ചിരി നേരത്തെയാണ് തോന്നുന്നു, മാർച്ച് 21 ആയുള്ളൂ, നമുക്ക് April 14 അതുവരെ നിൽക്കുമെന്ന് തോന്നുന്നില്ല, മിക്കവാറും അത് പോകും. അപ്പോൾ ഈ വർഷം ഞങ്ങൾ കഴിഞ്ഞ വർഷം നാട്ടിൽ പോയി, ഞങ്ങൾ കണിക്കൊന്നയൊക്കെ ആയിട്ടാണ് വന്നത്. ഇവിടെയെല്ലാം ഇത് ഇങ്ങനെ ഇതാകുന്നേ ഉള്ളൂ.
നമ്മുടെ ചെറി കേട്ടോ, ചെറിക്ക് കണ്ടോ ഇതായിട്ടുണ്ട്. ഇവിടെ പതുക്കെ ഒരു മുട്ടി ഞാൻ കണ്ടു നമ്മുടെ ചെടി ഇതിൽ, തക്കടുവിൻ്റെ ബർത്ത്ഡേ മരത്തിൽ കണ്ടോ ഇതായിട്ടുണ്ട്. അപ്പോൾ പതുക്കെ ആകും ഉടനെ തന്നെ. അപ്പോൾ ഇത്തലൊക്കെ മുട്ടൊക്കെ ഇട്ടു, ചെറിയലെല്ലാം പൂവൊക്കെ ആയിട്ടുണ്ട്. പതുക്കെ അവിടെ എല്ലാം പതുക്കെ ഇതാവുന്നു. അത് നമ്മുടെ കെയിലാണ്. നമ്മുടെ ഒലിവ് കണ്ടോ, ഒലിവൊക്കെ പതുക്കെ പൂത്തൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇത് മൊത്തം ഡാഫഡിൽസാണ്, ഇവിടെയൊന്നും പൂവൊന്നും ആയിട്ടില്ല. പിന്നെ ഇത് മൊത്തം നമ്മുടെ സ്ട്രോബെറി, അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ബ്ലൂബെൽസ് അവിടെ ഉണ്ട്. അപ്പോൾ ഇത് മൊത്തം സ്ട്രോബെറിയാണ് കേട്ടോ കണ്ടോ. ഇത് മൊത്തം ഈ മുതൽ അങ്ങറ്റം വരെ നമുക്ക് ഉള്ളത് സ്ട്രോബെറിയാണ് കണ്ടോ. പിന്നെ അങ്ങറ്റത്ത് കാണുന്ന അത് മുന്തിരി ആണ്. മുന്തിരിയുടെ അപ്പുറമുള്ളത് നമ്മുടെ ആ ചെടിയാണ്. അപ്പോൾ ഇത് കെയിൽസ് എന്ന് പറഞ്ഞു. പിന്നെ ഇത് നമ്മുടെ ബീട്രൂട്ടാണ് കണ്ടോ, ഇത് മൊത്തം ബീട്രൂട്ടാണ്. പിന്നെ അവിടെ സ്പിനേജ് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ നമ്മുടെ ചുമന്നുള്ളി, വെളുത്തുള്ളി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. സൂം ഔട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം അത്. ഓക്കെ, പിന്നെ ഇവിടെ ഒന്നുമില്ല, നമുക്ക് നടണം. ഇവിടെ ഞാൻ കുറച്ച് റാഡിഷൊക്കെ കൊണ്ട് നട്ടായിരുന്നു. ഇന്നൊരു മഴ പെയ്യുവാണെങ്കിൽ ഇതൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഇവിടെ ഒന്നും ഇതുവരെ കിളുത്തിട്ടില്ല. ഇവിടെ നമുക്ക് കഴിഞ്ഞ വർഷം നമ്മൾ നട്ടതാണ് ഇത്. പക്ഷേ ഇത് വലിയ അനക്കമൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. കിളുക്കുമായിരിക്കും അല്ലേ, ഇതുവരെ പോയിട്ടില്ല. പച്ച കളറിൽ തന്നെ നിപ്പുണ്ട്. അപ്പോൾ അത് പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഉടനെ കിളുക്കുമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അത് കിളുക്കുന്നുണ്ടോ നിങ്ങൾക്ക് കാണാമോ? സൂമിനാകുമ്പോൾ കാണാമല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ അതങ്ങനെ ഇവിടെ വേറെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സ്പിനേജ് ഉണ്ട്, കുറച്ച് സ്ട്രോബെറി എല്ലാം അവിടെ ഉണ്ട്. അങ്ങനെ ഓക്കെ, അവിടെ ഒരു റോസയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ചെടി. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ പിന്നെ കെയിൽസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഈ കെയിൽസ് പറിച്ച് തോരൻ വെക്കണം. അടുത്ത ദിവസം പറിച്ച് വെക്കാമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ കെയിൽസ് എല്ലാം പോകും. പിന്നെ ഇവിടെ നമ്മൾ ഡാഫഡിൽസ് ഉണ്ട്. ഇവിടെ നമുക്കൊരു വെള്ള റോസയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ അപ്ഡേറ്റ്സ് ഞാൻ ഓടിച്ച് കാണിക്കുന്നേ ഉള്ളൂ, കാരണം ഇതൊന്നും ആയിട്ടില്ലല്ലോ. നമ്മുടെ ആപ്പിളിൽ നിറച്ചും നമ്മുടെ ആപ്പിള് നിറച്ച് പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാ പറയുന്നത്, പൂവായിട്ടില്ല, മൊട്ടായിട്ടേ ഉള്ളൂ. പൂവായി കഴിയുമ്പം ഞാൻ പറയാം കേട്ടോ. അപ്പം ഇതൊന്നും നിറച്ചതേ വേണ്ട. അപ്പം നമ്മുടെ ആപ്പിൾ പൂവൊന്നും ആയിട്ടില്ല. പിന്നെ നമ്മൾ നിൽക്കുന്നത് പേരാണ്. പേരയിലും മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ. കണ്ടോ, നിറയെ മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല രസമാണ് അതിൻ്റെ മുട്ടൊക്കെ വിരിഞ്ഞ് കഴിയുമ്പോൾ കാണാനേ. നന്നായിട്ട് മുട്ടിട്ടിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മുടെ വാഴ നിങ്ങൾക്ക് കാണാമല്ലോ. ഇത് വാഴയുടെ പതുക്കെ ഇലകളൊക്കെ ഇതായിട്ടുണ്ട്. അപ്പോൾ ഉണക്കവാഴയിലെല്ലാം നമുക്ക് കണ്ടിക്കണം. പിന്നെ അതിൻ്റെ അകത്ത് പുളിക്ക് കുറേ കുഞ്ഞുങ്ങൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം രണ്ടെണ്ണമൊക്കെ ഇച്ചിരി പൊങ്ങിയിട്ടുണ്ട്. അപ്പം വലുതായി വരുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ ഗാർഡൻ്റെ ചട്ടികളും കലങ്ങളും ഇവിടെ നമ്മൾ നട്ടതിൻ്റെ എല്ലാ ആക്രി സാധനങ്ങളെല്ലാം ഇവിടെ ഇരിക്കുവാണ്. അതെല്ലാം നമുക്കിനി വൃത്തിയാക്കി എടുക്കണം. നമ്മുടെ ബട്ട അവിടെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ കരികിലെല്ലാം നമുക്കൊന്ന് കത്തിക്കണം. നമ്മുടെ ഈ റോസ് നമ്മളിവിടെ ഉണ്ടായത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. നിറച്ചും പൂക്കളുള്ള ഒരു റോസ്, അത് കണ്ടിച്ചു വിട്ടതാണ് കഴിഞ്ഞ വർഷം. ഇതൊക്കെ ഏടുപോലെ ഇലയൊക്കെ, അത് കാരണം നമ്മളവനെ കണ്ടിച്ചു വിട്ടു. ഈ വർഷം നന്നായിട്ട് കിളുത്ത് വരുമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇത് നമ്മുടെ റോസ കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ നമ്മുടെ ചട്ടികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, അതൊക്കെ ശരിയാക്കണം. ഇവിടെ എല്ലാം നമ്മുടെ അച്ചവശം നട്ടതായിരുന്നു, അതിൻ്റെ വള്ളിയും പിള്ളയൊക്കെ ഇരിപ്പുണ്ട്, പക്ഷെ ഒന്നുമില്ല. പിന്നെ എന്താ പറയുക, പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഉള്ളി ഇതിനകത്ത് വല്ലതും ഉണ്ടോ എന്ന് നമ്മൾ പറിച്ച് നോക്കണം. ഉള്ളിയൊക്കെ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഉള്ളിയൊക്കെ വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ ഉണ്ടോ തെർമോക്കോൾ അതാണ് ഇതൊക്കെ വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ ഗ്രീൻ ഹൗസിൽ എന്താ പറയുന്നത്, എല്ലാം ഉണങ്ങിയൊക്കെ ഇരിക്കുവാണ്. അപ്പോൾ അതിനകത്ത് വലിയ ഇതൊന്നുമില്ല. അപ്പം നമ്മുടെ ഇവിടെ ഒരു നമ്മൾ കുറച്ച് എന്താ പറയുക, നമ്മുടെ ഒരാഴ്ച നാട്ടിൽ പോയപ്പം കുറച്ച് കോവലിൻ്റെ തണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിവിടെ പാകിയിട്ടുണ്ട്. കിളുക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാം. ഒരാളവിടെ പതുക്കെ ഒന്ന് തെളിഞ്ഞൊക്കെ വരുന്നുണ്ട്, പിടിക്കുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മളിങ്ങനെ നിൽക്കുവാണ്. ചിലപ്പോൾ കുറേ എണ്ണം കുഴിച്ച് വെച്ചാലേ ഒരെണ്ണം പിടിക്കത്തുള്ളൂ. നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ കരിയാപ്പലയൊക്കെ പതുക്കെ ഒന്ന് പൊടിച്ച് വരുന്നുണ്ട്. ഒന്ന് കിളുത്താൻ മതിയായിരുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്ന്
ഏപ്രിൽ കൊണ്ടുവന്നില്ല, അതാണ്. അപ്പം ഗ്രീൻ ഹൗസിൽ ഇരിക്കുമായിരുന്നു, നമുക്ക് നോക്കാം എന്താവുമെന്ന്. അപ്പം ഇതാണ് നമ്മുടെ ഗ്രീൻ ഹൗസ് ഒക്കെ ഒന്ന് വൃത്തിയാക്കണം. ഇതിനകത്തുണ്ടായ ഒരുമാതിരി ഇതിനകത്ത് നിറയെ സാധനങ്ങളായിരുന്നു, അതൊക്കെ എടുത്ത് പറിച്ച് കളഞ്ഞു. പിന്നെ ബാക്കിയൊക്കെ എടുത്ത് മാറ്റി വെച്ചേക്കുന്നു കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ക്ലിയർ ആക്കി ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്യണം. പിന്നെ എന്താ, പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മുടെ വാഴ, പിന്നെ നമ്മുടെ ഇവിടുത്തെ ഇത് കുറച്ച് മിൻ്റായിരുന്നു കേട്ടോ ഇതിൻ്റെ അകത്ത് ഇട്ടിരുന്ന. പതുക്കെ കിളുത്ത് വരുന്നുണ്ട്. നമ്മൾ പറമ്പിലും ഉണ്ട് കേട്ടോ ഇഷ്ടംമാതിരി മിൻ്റൊക്കെ. അപ്പം അത് ഉണ്ടോ, നിറച്ചും മിൻ്റാണ് ഇതിൻ്റെ അകത്ത്. എന്താ പുതിന, ഓക്കെ, പുതിനയാണ്. പിന്നെ സ്ട്രോബെറി എല്ലാം ഉണ്ട് ഇവിടെ, കണ്ടോ സ്ട്രോബെറി. പിന്നെ നമ്മുടെ വാഴ, പിന്നെ അത് നമ്മുടെ നിൽക്കുന്നത് നമ്മുടെ നെല്ലിമരമാണ്, മുള്ളായിട്ട് കാണുന്നില്ലേ, അത് മൊത്തം നമ്മുടെ നെല്ലിയുടെ മരമാണേ. അപ്പം കുഞ്ഞു നെല്ലിക്ക ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ചമ്മന്തി ഇതൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. എൻ്റെ ചാനലിൽ നോക്കിയാൽ മതി. ഗൂസ്ബെറി ഉണ്ട് നമ്മുടെ സ്വന്തം ഇതിൽ, അതുകൊണ്ട് പിക്കിൾസ് ഉണ്ടാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പം നമ്മുടെ വാഴയൊക്കെ പതുക്കെ കിളുത്ത് വരുന്നുണ്ട്. കണ്ട, ഞാൻ കാണിച്ചായിരുന്നല്ലോ വാഴയൊക്കെ, കണ്ട വാഴയിലൊക്കെ പതുക്കെ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മുടെ സ്ട്രോബെറിയും കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങളെ കാണിക്കാനുള്ളത്, പിന്നെ നമ്മുടെ ഇത് ബേ ലീവ്സ്, അത് ഞങ്ങൾ പറമ്പിലാണ് നട്ടേക്കുന്നത്. ഒരു കുഴപ്പമില്ല. ബേ ലീവ്സിന് കണ്ട ഒരു നമ്മുടെ ബിരിയാണിക്കൊക്കെ ഇടുന്ന സംഭവം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ അതെല്ലാം ചട്ടിയും കുടമൊക്കെ ആയിട്ടിരിക്കും. പിന്നെ അവിടെ നമ്മുടെ ബഡ്സ് ഉണ്ട് കേട്ടോ, കാണാം വെള്ളം ഉള്ള, കാണാം ഗ്രീൻ ഹൗസിൻ്റെ പുറകിലെ കണ്ടില്ല, അതവിടെ ഉണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ നമ്മുടെ റോസ്മേരി നിറച്ച് പൂവൊക്കെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. റോസ്മേരി നല്ലൊരു സാധനം കേട്ടോ. ഞാൻ പല സാധനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്, എസൻഷ്യൽ ഓയിലും കാര്യങ്ങളെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് റോസ്മേരി കൊണ്ട്. അപ്പം നിങ്ങളതൊക്കെ കണ്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ റോസ്മേരിയാണ്. പിന്നെ എന്താ പറയുക, ഇവിടെ വേറൊരു പൂവുണ്ട്, കണ്ട, ഇത് നല്ല ഭംഗിയുള്ളതാട്ടോ. നമ്മൾ ഫ്രണ്ടിൽ കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ പൂവ്. ഫ്രണ്ടിൽ നിൽക്കുന്ന ഓറഞ്ച് ചുമലയാന്ന് തോന്നുന്നു കേട്ടോ, അതങ്ങനെ. പിന്നെ അങ്ങനെ നമ്മുടെ സ്ട്രോബെറീസ് ഇത് നമ്മുടെ റോസ, കട്ട ചുമല റോസയാണിത്. പിന്നെ നമ്മുടെ പാഷൻ ഫ്രൂട്ടാണ് ഈ പോയേക്കുന്നത് കേട്ടോ, ഇത് നമ്മുടെ പാഷൻ ഫ്രൂട്ടാണ്. നിറയെ പാഷൻ ഫ്രൂട്ട് ഉണ്ടായതാണ്. പിന്നെ ഇവിടെ നിറയെ കുറേ കെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ കുറേ ചെടികളുണ്ട്. ഇവിടെ മൊത്തം തുലിപ്സ്, ഡാഫഡിൽസ് എല്ലാം വെച്ചേക്കുന്നതാണ്. അപ്പം ഇതിനകത്ത് കുറച്ച് പൂക്കൾ നിറച്ചുണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇവിടെ എല്ലാം റോസയും കാര്യങ്ങളും. അപ്പം ഇത്രേ മുട്ടില്ലാന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ ഇതേ മുട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, അപ്പോൾ ഉടനെ ഇത് പൂവുണ്ടാകും. തക്കുടുവിൻ്റെ ബർത്ത്ഡേക്ക് ആക്ച്വലി കറക്റ്റായിട്ട് പൂവുണ്ടാകുന്നത്. അപ്പോൾ ഏപ്രിൽ 20 ആകുമ്പോഴത്തേന് ഇത് പൂവുണ്ടായി നിൽക്കോ അതെയോ പൂവെല്ലാം പൊഴിഞ്ഞു പോകുമെന്നറിയത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഞാൻ മുമ്പേ രാവിലെ അവിടെ ഫ്രണ്ടിൽ പറഞ്ഞില്ലേ ഒരു ചെടിയുണ്ട്, അതിൻ്റെ പിങ്ക് മാത്രം പോയെന്നത് ഇവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ പിങ്ക് നമുക്ക് അതിൻ്റെ ഇത് അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് ഒരുമാതിരി. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് ഗാർഡൻ വിശേഷങ്ങൾ. അപ്പം എന്താ പറയുക, എല്ലാവരും സുഖമായിരിക്കുക. ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവർക്ക് പതുക്കെ ഗാർഡനിങ് ഒക്കെ തുടങ്ങാം. ഞാൻ ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്, എങ്ങനെയാണ് സീഡ്സൊക്കെ പ്ലാന്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ സാധനങ്ങളാണ് മേടിക്കേണ്ടത്, എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്, എന്തൊക്കെ നാച്ചുറൽ ഫെർട്ടിലൈസർ നിങ്ങൾക്ക് ഉണ്ടാക്കാം, എങ്ങനെ ഹോം മെയ്ഡ് കമ്പോസ്റ്റ്, അങ്ങനെ ഒത്തിരി വിവരങ്ങൾ എൻ്റെ ഗാർഡനിങ് എന്നുള്ള പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കൃഷി ചെയ്യാൻ ഇഷ്ടമുള്ളവർ ചെയ്യുക. UK ഇപ്പം റീസെൻ്റ്ലി കുറേ പേര് വീടൊക്കെ മേടിച്ചു. അപ്പം എങ്ങനെയാണ് ഇവിടെ ഗാർഡനിങ് ചെയ്യണമെന്നൊക്കെ ടിപ്സ് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ മറക്കാതെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ചെയ്യുക, ലൈക്ക് ഇടിക്കുക, ഷെയർ ഇടിക്കുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ബൈ, ആൻഡ് ടേക്ക് കെയർ.